എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമുക്ക് തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാം. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശു ക്രിസ്തുവിൻ്റെ 1-ാം വരവിൽ ചെയ്ത ഒരു കാര്യം മറുവിലയായി തീരുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയാണ്. ഈ വാക്യത്തെക്കുറിച്ച് പല വേദ പണ്ഡിതന്മാരും വേണ്ട വിധത്തിൽ ഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജീവനും അക്ഷയതയും, ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി എന്ന ഇംഗ്ലീഷിൽ, ഇത് രണ്ടും ഒരു കാര്യമല്ല, രണ്ടും രണ്ട് കാര്യമാണ്. ഇത് മാനവരാശിയോട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ജീവനെ കുറിച്ച് വെളിപ്പെടുത്തുക, അമർത്യതയെക്കുറിച്ച് വെളിപ്പെടുത്തുക എന്നുള്ളത്, ഈ രണ്ട് പരമപ്രധാനമായ വിഷയം കർത്താവ് തന്നെ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ചും പൂർണ്ണമായ ഗ്രാഹ്യം അവർക്കുണ്ടായത് പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ ശേഷമാണ്. യേശുക്രിസ്തുവിൻ്റെ പരസ്യ പ്രസംഗങ്ങളിലൊന്നും ഈ രണ്ടാമത്തെ വിഷയത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ അതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വളരെ രഹസ്യമായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിൻ്റെ അർത്ഥം ശിഷ്യന്മാർക്ക് മനസ്സിലാവുന്നത് പിന്നീടാണ്. അപ്പോൾ ജീവൻ എന്നുള്ളത് സാർവത്രികമായ ഒരു വലിയ അനുഗ്രഹമാണ്. ആദാമിന് നൽകപ്പെട്ടത് ജീവൻ. ആ ജീവനൊരു ന്യൂനത ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് നിത്യജീവൻ അല്ലായിരുന്നു എന്നാണ്, വെറും ജീവൻ മാത്രം. പ്രമാണത്തിൻ്റെയും മറ്റ് ഭൗതിക ആഹാരങ്ങൾ കഴിക്കുകയും അതിൻ്റെ പേരിൽ നിലനിർത്തുകയും ചെയ്യുന്ന ജീവൻ. പക്ഷെ അമർത്യത എന്ന് പറയുന്നത് ജീവന്റെ ഏറ്റവും ഉയർന്ന പടിയാണ്. അത് ഉള്ളത് പിതാവായ ദൈവത്തിന് മാത്രമാണ്. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനും എന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ആ അമർത്യതയുടെയും ദിവ്യപ്രകൃതിയുടെയും ഉടമയായിരിക്കുന്ന സർവശക്തനായ യഹോവ മറ്റ് എല്ലാ ജീവജാലങ്ങളും മനുഷ്യനും സൃഷ്ടികളും എല്ലാം ഭൂതന്മാരും മർത്യപ്രകൃതിക്കാരാണ് എന്ന് പറഞ്ഞാൽ മരിക്കാവുന്ന അവസ്ഥയിൽ ഉള്ളവരാണ്. അപ്പോൾ യേശുക്രിസ്തു എന്താണ് ഈ അമർത്യതയെക്കുറിച്ച് അല്ലെങ്കിൽ അക്ഷയത എന്നിവയെക്കുറിച്ച് വെളിപ്പെടുത്തിയത്? ഇത് മുഴുവൻ മനുഷ്യവർഗത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ജീവനല്ല. ഇത് പ്രത്യേക വിളിക്കപ്പെടുന്ന, തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിഭാഗത്തിന് മാത്രം കരുതിയിരിക്കുന്ന ഒരു വലിയ സമ്മാനമാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചും കർത്താവ് വെളിപ്പെടുത്തിയത്. അതിൻ്റെ അവകാശികളായി തീരുന്നത് യേശുക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരും അവർ വഴി വിശ്വാസത്തിലേക്കും നീതീകരണത്തിലേക്കും വരുന്ന
144,000 പേർക്കും വേണ്ടി മാത്രം വെച്ചിട്ടുള്ള ഒരു പ്രത്യേക പദവിയാണ്. അപ്പൊ ഈ ഒരു വിഭാഗം കഴിഞ്ഞിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് നൽകപ്പെടുന്നത് നിത്യജീവനാണ് എന്നുള്ളതാണ്. ജീവന്റെ മറ്റൊരു ഉയർന്ന രൂപം, അതായത് നിത്യജീവൻ. പിന്നെ മരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. മരിക്കാവുന്ന അവസ്ഥയിലാണെങ്കിലും മരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാനവ സമുദായത്തെ മാറ്റുന്നതിന് വേണ്ടി യേശുക്രിസ്തു ഒരു സമയം തീരുമാനിച്ചിരിക്കുന്നു. പിതാവായ ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയം തന്നെയാണ്. അത് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലാണ്. അപ്പോ സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തിയെന്നാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു വ്യക്തമായ വേദഭാഗം പറയുന്നു. എന്താണ് സുവിശേഷം? ഇന്ന് പല പ്രാസംഗികന്മാരും സുവിശേഷം പറയുന്നു. നല്ലത് തന്നെയാണ്. ബൈബിളിലെ ഏതെങ്കിലും കഥകളോ ചരിത്രങ്ങളോ ഒക്കെ എടുത്ത് വായിച്ച് പ്രസംഗിച്ച് കേൾപ്പിച്ച് അത് സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമെന്നോണം പറയുന്നു. പക്ഷെ എന്താണ് സുവിശേഷം? സുവിശേഷം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സുവിശേഷം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ഇവിടെ എന്താണ് സുവിശേഷമെന്ന് വ്യക്തമായി അപ്പസ്തോലൻ നിർവചിക്കുകയാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ജനനം, മരണം, പുനരുത്ഥാനം, ഈ 3 വിഷയങ്ങളെ കുറിച്ചുള്ള വിശ്വാസം, പരിജ്ഞാനം, അതിന് അനുസൃതമായ നമ്മുടെ പ്രത്യാശയും ജീവിതവും, അത് നമുക്ക് നൽകുന്ന സന്തോഷം, അതാണ് യഥാർത്ഥ സുവിശേഷം. അപ്പൊ അതെന്താ നൽകുന്നത്? യേശുക്രിസ്തുവിൽ കൂടി നൽകുന്ന രക്ഷ. ആ രക്ഷയാണ് നമ്മുടെ സുവിശേഷമായി തീരുന്നത്. അപ്പൊ രക്ഷ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ശിക്ഷ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? അപ്പൊ ശിക്ഷ എന്ന് പറഞ്ഞാൽ മരണമാണ്, മരണശിക്ഷ. മരണശിക്ഷ മാറ്റുന്നു. മരണശിക്ഷ മാറ്റുമ്പോൾ പിന്നെ മനുഷ്യന് മരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതാണ് സുവിശേഷത്തിന്റെ ആന്തരിക സത്തയായിരിക്കുന്നത്. ഈ വിധത്തിൽ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ സുവിശേഷത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ മരണം നീക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ 1-ാം വരവിൽ മരണത്തെ നീക്കുവാനുള്ള നടപടിയുടെ ഭാഗമായി യേശുക്രിസ്തു മനുഷ്യന്റെ പാപപരിഹാരാർത്ഥം ബലിയായി തീർന്നിരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള പദ്ധതി പൂർത്തിയായിരിക്കുന്നു എന്നാണ്. മനുഷ്യനെ
വീണ്ടും മരിക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനുള്ള നടപടികൾ പൂർത്തിയാക്കി പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് യേശു സ്വർഗ്ഗാരോഹണം ചെയ്തു. അപ്പോൾ മടങ്ങി വരവിലാണ് ഈ മരണം നീക്കുന്ന ആ വേല ആരംഭിക്കുന്നത്. അപ്പോൾ ആദാമ്യ പാപത്തിന്റെ ഫലമായി ഇപ്പോൾ ഉള്ള മരണം അതെല്ലാവരും മരിച്ചേ പറ്റും. ആ മരണത്തിൽ നിന്നൊരു പുനരുത്ഥാനം വഴി വീണ്ടും ഭാവിയിലെ ഈ ഭൂമിയിലേക്ക് മാനവരാശിയെ ഉദ്ധരിപ്പിക്കപ്പെടും. അതിൻ്റെ ശേഷം ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ന്യായവിധി മുഴുവൻ മനുഷ്യരാശിക്കും നേരിടേണ്ടി വരുമെന്നാണ്. അതിൽ വിജയിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും. പിന്നെ അവരുടെ മേൽ മരണത്തിന് അവകാശമില്ല. ഇങ്ങനെയാണ് മരണം നീക്കുന്നതെന്നാണ് വേദപുസ്തകം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നത്. ഇന്ന് കേൾക്കുന്ന സുവിശേഷ പ്രകാരമുള്ള ആചാരത്തിൻ്റെയും അനുഷ്ഠാനങ്ങളുടെയും പേരിലുള്ള വേർതിരിവോ ന്യായവിധിയോ അല്ല അവിടെ നടക്കുന്നു. പുത്രനെ അനുസരിക്കുന്നവന് ജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവന് ജീവൻ ഇല്ല എന്നുള്ള പ്രമാണം ക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ തന്നെ മുഴുവൻ മാനവരാശിക്കും സന്ദേശമായി നൽകപ്പെടുമെന്നാണ്. ഇന്ന് ബഹുദൈവങ്ങളെയും ബിംബങ്ങളെയും അന്യത ആരാധിക്കുന്ന എല്ലാ സമ്പ്രദായങ്ങളെയും അവിടെ നിശ്ചലമാക്കപ്പെടുകയും കർശനമായ നിയമ നടപടിയിൽ കൂടെ യേശുക്രിസ്തുവിനെ എല്ലാവരും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ആ രാജ്യത്തിലെ കർശനമായ നിയമം. ആ നിയമത്തിന് വിധേയരാകാത്തവർക്ക് രണ്ടാം മരണമെന്ന നിത്യഛേദനമാണ് നൽകപ്പെടുന്നത്. അപ്പോൾ ഈ മഹത്തായ ഈ 3 വിഷയങ്ങളെ കുറിച്ചാണ് കർത്താവിൻ്റെ ഒന്നാം വരവിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം നിവൃത്തി മനുഷ്യൻ്റെ ജീവിതത്തിൽ അർത്ഥവത്താകുന്നത് ദൈവത്തിൻ്റെ രാജ്യത്തിലാണ് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കും.